എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇത് ഡഫിൻ്റെ എഞ്ചിനാണ്. അപ്പോൾ എനിക്ക് നിന്ന് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലീക്ക്, ഓയിൽ ലീക്ക്, വാൽവ് കവർ. അപ്പോൾ ഈ ഫസ്റ്റ് കവർ ലീക്ക് ഉണ്ട്, പിന്നെ ഇതിൻ്റെ അടിയിൽ ലോവർ കവറുണ്ട്, അത് ലീക്കുണ്ട്. അപ്പോൾ അത് ഗാസ്കറ്റ് മാറണം, 2 ഗാസ്കറ്റ് മാറണം. ഇതെല്ലാം അഴിച്ചിട്ട് ഈ മുകളിലത്തെ ഫസ്റ്റ് കവർ അഴിച്ചിട്ട് അതിൻ്റെ സെക്കൻഡ് കവർ അഴിക്കണം. സെക്കൻഡ് കവർ അഴിച്ചിട്ട് ഗാസ്കറ്റ് മാറണം. അപ്പോൾ അതാണ് വീഡിയോ. അപ്പോൾ ഇനി ഇത് അഴിച്ചിട്ട് കാണാം. ഈ 8mm സോക്കറ്റ് എല്ലാം അഴിച്ചിട്ട് 8mm ആഫ്റ്റർ എല്ലാം ഇത് പൊക്കിയെടുക്കണം. ഇത് പൊക്കിയെടുക്കണം. പൊക്കിയെടുത്തു. അങ്ങനെ വാൽവ് കവർ അഴിച്ചു. ഫസ്റ്റ് വാൽവ് കവർ അഴിച്ചു. ഇനി ഉള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഇത് അയക്കണം. അല്ല, എഞ്ചിൻ റൂമിൻ്റെ കണക്ഷൻ കൊണ്ട് ഇത് അയക്കണം. പിന്നെ ഇവിടെ ഇഞ്ചക്ടറിലേക്ക് വരുന്നുണ്ട്, ആ കണക്ഷൻ അയക്കണം. ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി വരെ ഷോർട്ടായി ഞാൻ വല്ലതും പണിയിട്ടു. അപ്പോൾ ബാറ്ററിയൊക്കെ ഡിസ്കണക്ട് ചെയ്യണം. അപ്പോൾ ഇനിയുള്ളത് 12mm ബോൾട്ട്, ആ ബോൾട്ട് അയക്കണം. പിന്നെ അവിടെ ഇഞ്ചക്ടറിലേക്ക് വരുന്ന പ്ലഗുകൾ എല്ലാം അയക്കണം. അയച്ചിട്ട് ഇത് അയച്ചിട്ട് അടുത്ത സെക്ഷൻ കാണിച്ചു. വാൽവ് കവർ എല്ലാം അഴിച്ച് കഴിഞ്ഞതാണ്. ഇനി ഈ സോക്കറ്റുകൾ പിടിക്കുക. ഇഞ്ചക്ടറിലേക്ക് പോയിട്ട് 1, 2, 6 പിടിക്കണം. ലോക്ക് ചെയ്ത് ചെന്നാണ്. അപ്പോൾ അത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് 2 സ്ക്രൂ 7mm സോക്കറ്റ് ഇട്ടിട്ട് ഇവിടെ ഇത് അഴിക്കണം, ഇത് അഴിക്കണം. അവിടെ അത് 2 അഴിക്കണം. 4 അത് അഴിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഇനി കണക്ഷൻ പിടിക്കണം. ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. അപ്പോൾ ഇത് ക്ലിപ്പ് അങ്ങോട്ട് തള്ളി വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ടർ റൂം അങ്ങോട്ട് പോകും. എന്നിട്ട് ക്ലിപ്പ് കണക്ഷൻ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി അഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾട്ടുകൾ, മൗണ്ടിങ് ബോൾട്ട് എല്ലാം അഴിക്കുക. എന്നിട്ട് പൊക്കിയെടുക്കണം. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി പൊക്കിയെടുക്കാം. അങ്ങനെ ഇത് അഴിച്ചു കേട്ടോ. ഇതിൻ്റെ കണക്ഷനെല്ലാം അഴിച്ചു. ഇത് പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുത്തു. ഇനി പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇനി ക്ലീൻ ആക്കണം. ഹെഡിൻ്റെ ഇതൊക്കെ ക്ലീനാക്കി ഇത് ക്ലീൻ ആക്കണം. ഇത് പാക്കിങ് പുതിയ പാക്കിങ് ഇടണം. എന്നിട്ട് ഈ സീലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലീനായി, എല്ലാം ഇനി ടയറൊക്കെ അടിച്ച് ക്ലീനാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ക്രാക്കൊന്നുമില്ല, കാണാനില്ല. ഇനി ഇത് സീല് കയറ്റണം അതിനകത്ത്. അങ്ങനെ പുതിയത് ഇൻസ്റ്റാൾ ആക്കി എല്ലാം 20 Nm ടോർക്ക് അടിച്ചു. എല്ലാ ബോൾട്ടുകളും 20 Nm ടോർക്ക് അടിക്കുക. ടോർക്ക് അടിച്ചിട്ട് ഈ കണക്ഷൻ പ്ലഗ് ചെയ്യുക, റിട്ടേൺ. പിന്നെ അങ്ങനെ വാൽവ് കവർ ഇൻസ്റ്റാൾ ചെയ്തു. എല്ലാം ടോർക്ക് അടിച്ചു. 20 Nm എല്ലാം ടോർക്ക് അടിച്ചു. ചുറ്റും ബോൾട്ടെല്ലാം ടോർക്ക് അടിച്ചു. പിന്നെ ഇത് 1.5 നെട്ട്, 4 നെട്ടുണ്ട്. ആ 1.5 ടോർക്ക്. പിന്നെ എല്ലാം പ്ലഗ് ചെയ്തു. ഇനി ടോപ്പ് കവർ പിടിപ്പിച്ചാൽ മതി. ടോപ്പ് കവർ സീലും ജാസ്കറ്റും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അതും കൂടി പിടിപ്പിക്കണം. പുതിയ സീല് ഇട്ടുട്ടാ ടോപ്പ് കവറിൻ്റെ. പഴയ സീല്, പുതിയ സീല് ഫിക്സ് ചെയ്തു. സീലല്ല, ജാസ്കറ്റ് പുതിയത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇത് പിടിപ്പിക്കണം. പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ടോർക്ക് അടിക്കണം.
9 Nm ആണ് ന്യൂട്ടൺ മീറ്ററിന് അടിക്കേണ്ടത്. 9 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് അടിക്കണം എല്ലാ ബോൾട്ടുകളും. 9 ന്യൂട്ടൺ മീറ്റർ. അങ്ങനെ കവർ ഇൻസ്റ്റാളേഷൻ ഫുള്ള് കഴിഞ്ഞു. വർക്ക് എല്ലാ ബോൾട്ടും 9 mm ടോർക്ക് അടിച്ചു, എല്ലാം കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കണക്ഷൻ കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ബാറ്ററി കണക്ഷൻ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അത്ര മാത്രമേ ഇനി പണിയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ഇനി വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, ബൈ, സീ യു.